Stretch out your hand, O Lord, and bless your servants and worshippers who have bowed their heads before you. We offer praise and thanksgiving to you and your only begotten Son and your Holy Spirit, now and always, forever and ever. Amen. Strengthen us, O Lord, that we may offer you the spiritual and bloodless sacrifice for the blotting out and remission of the sins and the wickedness of your flow. We offer praise and thanksgiving to you and your only begotten Son and your Holy Spirit, now and always, forever and ever. Amen. Barakimo, സഹോദരങ്ങളെ, നാമെല്ലാവരും ഭക്തിയോടും ഭയത്തോടും അകത്തോടും വിശുദ്ധിയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടുന്ന ഈ വന്യജാതിയെല്ലാം നമ്മുടെ മുമ്പാകെ വിട്ടുപിടിപ്പിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയെ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള സകലത്തിനെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരത്തിലും സമാധാനത്തിലും നിൽക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ആ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. അദൃശ്യരും അസംഖ്യരുമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായുകളോടും അവർണ്ണനീയമായ ശബ്ദങ്ങളോടും കൂടി വിജയസ്തുതികൾ പാടി പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. മുസാക്കിൻ കോയേൻ ഉംറേ പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിയവരോട് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്നരുളി ചെയ്തു. തന്നെ കാസായം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി
ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിയവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്യും. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ധനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും സ്മരിച്ചുകൊള്ളുവിനെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചു. നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള പുനരുത്ഥാനത്തെയും ഞങ്ങൾ ഓർക്കുന്നു. രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം ശ്രമിക്കുകമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി. ഉത്തമനേ ദേവോ നീ എന്നോട് കരുണ ചെയ്യണമേ. ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും നമ്മുടെ ദൈവമായ മനുഷ്യനാകുന്ന ശരീരവും ആശീർവദിക്കുമാറാകട്ടെ. പരിശുദ്ധ ഈ കാസായി പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും നമ്മുടെ ദൈവമായ മനുഷ്യനാകുന്ന രക്തവും ആശീർവദിക്കുമാറാകട്ടെ. കർത്താവേ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളാകണമേ. അവിടെ പുതിയ ജീവനിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. Great and solemn and sacred moments, for all the spiritual fathers, our rulers, who are appointed over us this day and this life, to shepherd and govern in the holy churches of God in the four corners of the earth. Our holy and revered and blessed patriarchs, our Father Ignatius and our Father Basilios, and our Father
and our Bishop, our Father, our Seraphim, who are being upheld by God, along with all the other Orthodox bishops and spiritual fathers, truly faithful, let us beseech the Lord. Divine instruction and grant them good times of peace and concord. We offer praise and thanksgiving to you and your only begotten Son and your Holy Spirit, now and always, forever and ever. Amen. Baruch again we call to remembrance, O Lord, all our brethren, the faithful and true Christians who have bidden us and earnestly requested us, humble and feeble though we be, to remember them on this occasion and at this time. By the prayers and intercessions of those who have praised you by their good lives, make us also worthy to share in their inheritance and to partake with them in the heavenly kingdom. We offer praise and thanksgiving to you and your only begotten Son and your Holy Spirit, now and always, forever and ever. പരിശുദ്ധങ്ങളായ മൂന്ന് പൊതുസന്നോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലെമ്മീസും ദീർഘനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും departed from the control of the powers of darkness, save them from the bondage of evil spirits, deliver them from all afflictions and oppressions. May the light of your only begotten Son shine upon them and upon us, for through him alone we hope to find mercy and forgiveness of sins, the Betulose of Ilan Valgur. Save us along with the departed ones from the judgment to come, and from all the afflictions that await the wicked. We praise and glorify your blessed name with that of our Lord Jesus Christ, and of your Holy Spirit, now and always, forever and ever. എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശ്രാപികളെ കണ്ടേശായ ഹല്ലേലൂയ ഹല്ലേലൂയ ബസ്തുതിശായ
Almighty God, the lover of humankind, you have called us and brought us near to partake of these divine gifts. For this we glorify you, O Father, and worship the Holy Spirit and sing the Lord's Prayer of your only begotten Son, with clarity of mind, purity of thought, and simplicity of language, and with the cleanliness of body, rectitude of soul, and with the boldness we dare to call upon you, O Heavenly Father, Almighty and Holy God, and pray and say, Our Father who art in heaven, hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. Lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power, and the glory, forever and ever. Amen. O good and merciful Father, deliver us from all kinds of temptation. Save us from the evil one and his forces, and from the oppression of evil human beings. We offer praise and thanksgiving to you, and your only begotten Son, and your Holy Spirit, now and always, forever and ever. Amen. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അയക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. O great King and Almighty Ruler, under whose scepter of authority all creation bows its head, send forth your blessings upon your holy church, that we may offer you praise and thanksgiving, and your only begotten Son and your Holy Spirit, now and always, forever and ever. Amen. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും വിലയോടും കൂടെ നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തന്റെ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ. കർത്താവിന്റെ തിരുനാമം ആദി മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
നിൻപുത്രന്മാർ പാർത്തിടുമെങ്കിൽ
വിശുദ്ധന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ രക്ഷകനേ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിശുദ്ധ കുർബാന അനുഭവിക്കാനൊരുങ്ങുമല്ലോ ഈ പ്രാർത്ഥന ഏറ്റുകൊള്ളണം. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരത്താൽ എന്റെ ശരീരം വിശുദ്ധീകരിക്കപ്പെടുവാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തത്താൽ എന്റെ ആത്മാ പ്രശോഭിക്കുവാനും എന്നെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവ് നീക്കുമെന്റെ ദൈവവുമേ, അതിന്റെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി തീരുമാറാകണമേ. ആമീൻ. രക്ഷകനുര ചെയ്ത വിശ്വാസ
വിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ലോകങ്ങൾ കൂടെയവനായ
വ്യക്തമാകുന്ന ഈ ദിവ്യദാനത്തിന് അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വീണ്ടും കരുണയുടെ കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമായ യേശു മശീഹ, നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായും നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. സൃഷ്ടി സ്ഥിതി പുനരുത്ഥാനമിവയ്ക്കാധാരമത തൃത്വഭിധാനേ സ്നാനം ചെയ്യുവാൻ അരുളിയനാഥ അവിശ്വാസേ സ്നാനം ചെയ്യുവോളമീദാസി ശുദ്ധീകൃതയായി നിന്നുടെ സുതയായി തീരണമിപ്പോൾ. മമോദീസ കുദാശയതിൽ ജനകനും മകളും സുതനീശോതൻ സഹജയുമായി ചേർന്നാളിവളെ പാവനയാക്കി പരിലാളനയിൽ കൂറ്റിയിടണമേ. ക്രൈസ്തവ പൂർണ്ണത വഴിപോലിവളിൽ ചേർന്നിടണമേ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്നാണ് പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും വാഴ്വുകളോടും കൂടെ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. ഈ സമയത്ത് സമാധാനത്താലെ പോകും. ദൂരസ്ഥരും സമീപസ്ഥരും വാങ്ങിപ്പോയവരും ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീബായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മായാൽ മുദ്രയിടപ്പെട്ടവരും വിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കും. വിശ്വാസികളായ നിങ്ങളുടെ പരേതരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താലെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ആമേൻ. കർത്താവേ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അർപ്പിച്ച് ഹന്നായെ കർത്താവിനോടുകൂടി പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒട്ടിച്ചു ചേർക്കുകയും ചെയ്ത അഭിമന്യ തിരുമേനിയോടുള്ള നന്ദി ആദരവുകൾ അർപ്പിച്ചുകൊള്ളുന്നു. ബാംഗ്ലൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത ആയിരുന്ന അബ്രഹാം തിമ്മൻസ് കൊണ്ടാണ് ഈ ദേവാലയത്തിൽ പല
പ്രാവശ്യം അദ്ദേഹത്തെ പെരുന്നാളിനും മറ്റും ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും പല അസൗകര്യങ്ങൾ മൂലം അദ്ദേഹത്തിന് ഇതുവരെയും ഇവിടെ എഴുന്നള്ളുവാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരവസരത്തിലെങ്കിലും അങ്ങനെ ഈ ദേവാലയത്തിൽ എഴുന്നള്ളുകയും പരിശുദ്ധമായിട്ടുള്ള ഈ സാക്രമെന്റ് നടത്തുകയും ചെയ്തിരിക്കുന്ന തിരുമനസിനോടുള്ള അകമഴിഞ്ഞ നന്ദി ഈ ഇടവകയുടെ നാമത്തിൽ പ്രത്യേകമായി അർപ്പിച്ചുകൊള്ളുന്നു. ഈ വിശുദ്ധ മാമോദീസയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി വന്നു ചേർന്ന ബഹുമാനരായ സഹോദര പൈതൃകർക്കുമുള്ള നന്ദി ഇടവകയുടെ നാമത്തിൽ പ്രത്യേകം അർപ്പിക്കുന്നു. വിശ്വാസികളായി ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഈ തിരുകർമ്മങ്ങളിൽ സംബന്ധിക്കുന്നതിനും ഭാവഭാഗങ്ങളുമായി തീരുന്നതിന് വേണ്ടി വന്ന എല്ലാ മറ്റിടവകക്കാരോടും എസ്പെഷ്യലി ബഹുമാനപ്പെട്ട എലിയച്ചൻ്റെ ഭാര്യ ഇടവകക്കാരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇടവകയിലെ എല്ലാവരുമുള്ള നന്ദി ഈ ഭവനത്തിനു വേണ്ടി പ്രത്യേകമായിട്ട് അർപ്പിച്ചുകൊള്ളുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും കൈമത്തിന് ശേഷം രുചികരമായ ഭക്ഷണം അന്നായുടെ കുടുംബം ക്രമീകരിക്കപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും ഭാഗഭാഗങ്ങളായി പോവുകയും അതോടൊപ്പം തന്നെ വീണ്ടും അഭിമന്യ തിരുമനസ് ഓർപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിച്ചുകൊള്ളുന്നു. നാളെ രാവിലെ 8:30 മണിക്ക് പ്രഭാത നമസ്കാരവും അതിനെ തുടർന്ന് വിശുദ്ധ കുർബാനയും അതിനെ തുടർന്ന് മറ്റൊരു മാമോദീസായും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം ഓർപ്പിക്കുന്നു. Once again, thank you each and everybody who came to this church, and I am humbly requesting for the family the refreshment lunches in the downstairs. Please participate in it. Thank you once again. Barak and more glory be to the Father, and to the Son, and to the Holy Spirit, one true God, forever and ever. Amen. Most respected to the many, very reverend Episcopalians, reverend fathers, Shamachan, and dear brothers and sisters in Christ, it's with great joy that I stand before you this day. As we come to the close of the sacrament, we still need to bring Hannah into the altar and remove the crown. And although we await for that, I want to take this opportunity to thank all of you for your continued prayers and support in all things, not just today, but every day. As you all know, although I've been away from New York for some years, this is still my home and this is still my parish. So I thank you all for your continuous love and support. To all the family and friends, not just from the Wasable Church, but from all around the tri-state area, especially the very reverend fathers, who are always a support, both spiritually and by their presence. So I thank them all for their prayerful support and presence at all times. I'd like to also thank all those who have traveled from Chicago and other places to be here to participate in this sacrament, especially those of the St. Gregorio's Orthodox Church, Elmhurst, which is the home parish of my wife, as well as the St. Mary's Orthodox Church in Oak Lawn, which is where I serve as a vicar, which I've been serving as a vicar for the past 5 years. So I thank them for their continued prayer and support. Despite all the bad weather in the last 2 days, they bear through it all and they made it here safely. I thank them for their continuous prayers, and especially to our family, both sets of parents, our siblings, all those who traveled, both near and far away, aunts, uncles, cousins. Although we don't see each other all the time, it's always a pleasure and always an honor to spend at least these moments of importance in our lives, these milestones. So I ask that you continue to keep us in your prayers as we continue in the ministry of the Lord, and especially as Hannah grows up, as Alex mentioned, coming close to the body of Christ is something that is a true blessing. But without the prayers of the body of Christ, every piece or every part of that body cannot grow. So it's important that we all continue to pray for baby Hannah as well. She
she grows up in the church. So I ask that everybody keep that in their mind as well. One last thing before we come to the close, and as everybody completes the post-communion prayers. As a token of our affection and gratitude for everybody in attendance here, we have brought icons for everybody to take home. Something that I want to remind everybody, these are not like pens and candy and cards that you take home. Normally this is an icon of St. Mary the Theotokos being held by her mother Hannah, or St. Anna. It is important that you carry this with respect. When you look at this icon, when you take home this icon, I hope that you will use this as an opportunity to remember us and remember Hannah in your prayers. If you do not think you could take this home and you have a place for it, an appropriate place for it, please don't take it home. But as a sign of our gratitude for your prayers and continuous support, one of our friends who is from Greece made these for us so that we can give them to you as a token of our appreciation. So I thank you all for that. These will be given out at the end of Kaimot and downstairs. Please make sure, if you can take this home, to take this home and remember us always. On the back of it, there's an explanation of what the icon is and what the icon represents. So please take advantage of that opportunity as well. I'd like to especially, last but not least, thank Seraphim Dinamiti, the Metropolitan of Bangalore, for his continuous guidance and prayers in our life for the moment that we've met. Both myself and Dinamiti and my wife have shared a special relationship over the years, and I thank Dinamiti for his continued presence in our life. No matter where he is, he always makes sure that we are always under his prayers and his support. So I thank Dinamiti for that as well. Especially Alayachin and Ajuachin and the Management Committee of this church for opening up their doors. As always, even though I don't need to thank them, they're my Achins. I thank them for their hospitality and all their continuous love in all things. And to all those that have been decorating and doing all kinds of things downstairs under the guidance of my dad, thank you all for your hard work. I know he gets very excited about these kind of church programs and things, and I thank you for always listening to him and doing the things that he asks of you. Thank you for your continuous support as well. If we could finish the closing prayer. കുഞ്ഞിനെ ഇപ്പോഴ് മദ്ബഹായിൽ പ്രവേശിപ്പിച്ച് കിരീടം അടിച്ച് കൈമുത്തിച്ച് ബാക്കി എല്ലാവർക്കും കൈമുട്ടാവുന്നതാണ്. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. യജമാനൻ
that she may be worthy to receive the crown which you have prepared in your heavenly kingdom for those who have virtually departed. By the laying aside of this crown, may she not be deprived the help of your right hand, but she may be protected, strengthened, and nourished, and be worthy to receive the crown of the calling from above and offer praise to you, and your only begotten Son and your Holy Spirit, who is of one essence with you, now and always, forever and ever. Amen. May God the Father be with you, and the adorable Son protect you, and the Holy Spirit, whom you have put on, bring to you perfection, and deliver you from all deceit, and may the baptism you have received abide with you forever and ever. Amen. Go in peace as we commend you to the grace and mercy of the Holy Trinity, with the holy chrism you have received from the anointing baptism of Christ our God, forever and ever. വിശ്വാസത്തിൽ വളർത്തുവാനായിട്ടുള്ള കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടും അച്ഛമ്മയോടും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. I know Achan is very busy, but don't forget to bring the child in God's grace. പ്രത്യേകിച്ച് കുഞ്ഞിനെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം. കൈ വളരുമ്പോൾ കൈ പിടിച്ച് കുരിശ് വരച്ച് പഠിപ്പിക്കണം. ഒരുമിച്ച് തന്നെ പ്രാർത്ഥിക്കണം. കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വെള്ളം ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിക്കണം. കുഞ്ഞിനെ ഏതാനും ദിവസങ്ങളിൽ മറ്റുള്ള ആളുകളുടെ പേരിൽ കൊടുക്കുക എന്നുള്ളൊരു പാരമ്പര്യ സഭയ്ക്കുള്ളതിൻ്റെ കാരണവും മൂഢോരഭിഷേകം നടത്തിയത് മറ്റുള്ള ആളുകളുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പിറവരുത് എന്നുള്ളത് അതും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയുമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൈമാറും. Kesha
സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം. ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽക്കൂര ഒരുക്കേണം. പരസ്പര സ്നേഹത്തിൻ വെട്ടം നിറയ്ക്കാൻ വാതായനങ്ങൾ തുറക്കേണം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. വീടിനു മോടി പകർന്നിടുവാൻ വിശുദ്ധി തൻ വെൺചായം പൂശേണം.
പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ തൻ തിരുനാളം വീട്ടിൽ പ്രകാശിക്കണം. എളിമതന്നങ്കണം പണിയണം, സഹനത്തിൻ മണലതിൽ വിരിച്ചിടണം. വീടിൻ്റെ ഉള്ളിലും മുറ്റത്തും തൊടിയിലും പ്രാർത്ഥന സൗരഭ്യമൊഴുക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. നിത്യസഹായ മാതാവേ, ലോകമാതാവേ, നിത്യസഹായ മാതാവേ, ലോകമാതാവേ, നിത്യദുഃഖങ്ങൾ തൻ കാൽവരിക്കുന്നിൽ നീ ശോഷന്നപ്പൂക്കൾ വിടർത്തേണമേ, എന്നും ശോഷന്നപ്പൂക്കൾ വിടർത്തേണമേ. നിത്യസഹായ മാതാവേ, ലോകമാതാവേ. അഴകിന്റെ പാഴ്മരുഭൂമിയിൽ നിൻ മനം കുളിർമാരി ചൊരിയണമേ. അഴകിന്റെ പാഴ്മരുഭൂമിയിൽ നിൻ മനം കുളിർമാരി ചൊരിയണമേ. ഇരുളിന്റെ രഥമോടും പാതയിൽ നിൻ കരം പൊന്നൊളി വിതറേണമേ, എന്നും പൊന്നൊളി വിതറേണമേ. നിത്യസഹായ മാതാവേ, ലോകമാതാവേ. ദാഹിച്ചു കേഴുന്ന പൈതങ്ങൾ ഞങ്ങളിൽ സ്നേഹം ചുരത്തുന്ന ദൈവമാതാവേ,
നക്ഷത്രപ്പൂക്കൾ കൊണ്ടു മാലയൊന്നു കോർത്തു തരാം. നസറേത്തിൻ രാജാവിൻ ഓശാന പാടാൻ വരാം. നക്ഷത്രപ്പൂക്കൾ കൊണ്ടു മാലയൊന്നു കോർത്തു തരാം. നസറേത്തിൻ രാജാവിൻ ഓശാന പാടാൻ വരാം. നിന്റെ പൂമുഖം കണ്ടു നിന്നിടാം. പുഞ്ചിരിച്ചൊരായിരം ഉമ്മ നൽകിടാം. നിന്റെ പൂമുഖം കണ്ടു നിന്നിടാം. പുഞ്ചിരിച്ചൊരായിരം ഉമ്മ നൽകിടാം. കൂട്ടുകൂടുവാൻ നീ വരില്ലയോ? കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. ഒരു നാളും പാപത്തിൽ വീഴാതെ നീങ്ങിയിടുവാൻ. അരിവേറും സ്നേഹത്തിൽ എന്നാളും താങ്ങിയിടുവാൻ. ഒരു നാളും പാപത്തിൽ വീഴാതെ നീങ്ങിയിടുവാൻ. അരിവേറും സ്നേഹത്തിൽ എന്നാളും താങ്ങിയിടുവാൻ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും.